കൊപ്ര ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. ഒരു 5-10 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് ഈ വേവിച്ച് കഴിഞ്ഞിട്ട് അത് കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പോൾ അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കുക. ആ ഒരു പേസ്റ്റ് അരിച്ചിട്ട് അതിന്റെ ജ്യൂസ് കിട്ടുമല്ലോ, അതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നിങ്ങൾ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനായിട്ട് വെക്കുക. അത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അതിന്റെ വെള്ളം താഴേക്ക് വരുന്നതും അതിന്റെ ക്രീമും മുകളിലേക്ക് വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ക്രീമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ക്രീം നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നാളത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ക്രീം നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നവരാണ്, ഫേസിലൊക്കെ നന്നായിട്ട് ഡ്രൈനെസ് ഉണ്ട്, കൈകളിലും കാലുകളിലും ഇങ്ങനെ ചുളിഞ്ഞിങ്ങനെ വലിഞ്ഞു പൊട്ടുന്നത് പോലെയൊക്കെ തോന്നുന്നവരാണെങ്കിൽ ദിവസവും നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 വട്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് മസാജ് ചെയ്യാം. ഇതിനായിട്ട് കുറച്ച് ഈ ഒരു ക്രീം നിങ്ങളുടെ മുഖത്തൊക്കെ ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഓവർനൈറ്റ് വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും വെക്കാൻ കുഴപ്പമൊന്നുമില്ല. യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. ഫുൾ ബോഡിയിൽ വേണമെങ്കിൽ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേക്ക് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, സ്മെല്ലിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ രാത്രി അപ്ലൈ ചെയ്തിട്ടും കിടന്നുറങ്ങാവുന്ന ഒരു കാര്യം കൂടിയാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോക്കനട്ട് ക്രീമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സോ സ്റ്റേ ഹെൽതി.